കാര്യം ഹിന്ദുവായിട്ടാണ് ജനിച്ചത്. വടശ്ശേരിൽ ദാമോദര മേനോൻ്റെ മകനുമാണ്. എങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശന് ഹിന്ദു പുരാണങ്ങളെക്കാളും ഇതിഹാസങ്ങളെക്കാളും ഉപനിഷത്തുക്കളെക്കാളൊക്കെ ഗ്രാഹ്യമുള്ളത് വേദപുസ്തകത്തിലാണ്, അതായത് ബൈബിളിലാണ്. പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ അദ്ദേഹത്തിന് മനഃപ്പാഠമാണ്. ഒരു കത്തോലിക്ക പുരോഹിതനോളം അല്ലെങ്കിൽ ഒരു പെന്തിക്കോസ്ത് പാസ്റ്ററേക്കാളും വിജ്ഞാനം അദ്ദേഹത്തിന് ഈ കാര്യത്തിലുണ്ട്. പുള്ളി ബൈബിൾ സംബന്ധമായിട്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രഭാഷണങ്ങളിൽ ചിലതൊക്കെ സമാഹരിച്ച് അടുത്ത കാലത്ത് ഒരു പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ആദം നീ എവിടെയാവുന്നു എന്നോ മറ്റോടെ അതിൻ്റെ പേര് എന്നെനിക്ക് തോന്നുന്നു. ഇദ്ദേഹത്തോടൊപ്പം ചില ക്രൈസ്തവ സമുദായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും എനിക്ക് അവസരമുണ്ട്. അവിടെയൊക്കെ പുള്ളിയുടെ ഈ ബൈബിൾ വിജ്ഞാനം തെല്ലൊരു അസൂയോട് കൂടി തന്നെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഈ ബൈബിളിലുള്ള വിജ്ഞാനം കണക്കിലെടുത്ത് പുള്ളിക്ക് പറവൂർ ഗ്രഹം എന്നൊരു വട്ടപ്പേര് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് എന്തുമാത്രം പ്രസിദ്ധി കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ സുവിശേഷകന്മാരിൽ ഒരാളായിരുന്നു ബില്ലി ഗ്രഹം. ബില്ലി ഗ്രഹം കാലം ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ പറവൂർ എം എൽ എയും നിലവിൽ കേരള മുഖ്യമന്ത്രിയുമായിരിക്കുന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറവൂർ ഗ്രഹം എന്ന് വിളിക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഈ പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് 35-ാമത്തെ സങ്കീർത്തനമാണ്. അതിൽ പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് ഇപ്രകാരമാണ്. കൃത്യം അതേ വെടിക്കുന്നതായിക്കൊള്ളുന്നില്ല കേട്ടോ. അവരെന്നെ പിടിക്കാൻ കുഴി കുഴിച്ചു, വല വിരിച്ചു. എന്നാൽ എൻ്റെ ദൈവമായ കർത്താവ് എന്നെ രക്ഷിച്ചു. എനിക്ക് വലിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങട്ടെ, അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴട്ടെ. ഇതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടിക്കാരും കോൺഗ്രസിനകത്തുള്ള പ്രതിപക്ഷക്കാരും ചില മാധ്യമ പ്രമുഖന്മാരും താൽപര കക്ഷികളും ഈ മുഖ്യമന്ത്രിയായിരിക്കുന്ന സതീശനെ കൊടുക്കാനായിട്ട് വല വിരിക്കുകയും കുഴി കുഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സതീശൻ്റെ സമയം വളരെ നല്ലതാണ്. നമ്മൾ സാധാരണത്തിൻ്റെ സമയം എന്ന് പറഞ്ഞ പോലെ സതീശൻ്റെ സമയം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നിയമസഭാ കക്ഷിയിൽ സതീശന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രി. ഹൈക്കമാൻഡും ലോ കമാൻഡും പുള്ളിക്കെതിരായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. കാരണം ഘടകകക്ഷികൾ ശക്തമായ നിലപാടെടുത്തു എന്ന് മാത്രമല്ല, ഈ സൈബർ പോരാളികൾ ഒന്നിടങ്കം രംഗത്ത് വന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇരിക്കപ്പുറത്തില്ലാത്ത അവസ്ഥ വന്നു. വി എം സുധീരനും കെ മുരളീധരനും ഹൈക്കമാൻഡിന് മുമ്പിൽ ശക്തമായ നിലപാടെടുത്തു. കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും നമ്മുടെ ഫ്രാൻസിസ് ജോർജും പി ജെ ജോസഫും അതുപോലെ ഷിബു ബേബി ജോണും സി പി ജോണും എല്ലാവരും സതീശന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിന്നപ്പോൾ ഹൈക്കമാൻഡിന് വഴങ്ങലാതെ ഒരു നിവൃത്തിയുണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് സതീശനെ കടുന്നേരം കണ്ടുകൂടാ. പക്ഷേ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അദ്ദേഹത്തിന് വേണ്ടി നിലകൊണ്ടു. അങ്ങനെ താൻ കുഴിച്ച കുഴിയിൽ കെ സി വേണുഗോപാൽ നടുന്നില്ല വീണു. ഇതാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ് മന്ത്രിസഭ രൂപീകരിച്ചപ്പോഴും ഇതുപോലെയൊക്കെ തന്നെ സംഭവിച്ചു. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ സതീശൻ സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയും ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നെ പൊട്ടും പൊടിയും മാത്രമാണ് കെ സിയുടെ ആളുകൾക്ക് കിട്ടിയത്. ഇനി ഉള്ള ആൾക്കാർക്ക് തന്നെ ഭരിക്കാനും അറിയില്ല. കെ സി വേണുഗോപാലിൻ്റെ സിൽബത്തിലായിട്ട് മന്ത്രിസഭയിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ പണ്ട് ജി സുധാകരൻ പറഞ്ഞ പോലെ മക്കുടാണ്ടന്മാരും മരമാക്രികളുമാണ്. അവർക്ക് യാതൊരു ഏച്ചും പേച്ചുമില്ല. അവരെന്താണ് ചെയ്തത് അവർക്ക് തന്നെ അറിയില്ല, ബാക്കിയുള്ളവർക്കും അറിയില്ല. ഇതാണ് അവസ്ഥ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എ പി അനിൽകുമാറാണ്. മറ്റൊരാൾ സണ്ണി ജോസഫാണ്. പിന്നെ ഒരാൾ ഒ ജെ ജനീഷാണ്. പിന്നെ പേരെടുത്ത് പറയാൻ ബാക്കി എല്ലാവരുടെയും പേര് പറയുന്നത് ഞാനിപ്പോൾ അതുകൊണ്ട് അതിന് തുനിയുന്നില്ല. അങ്ങനെ അന്തോ കുന്തമില്ലാത്ത ഒരു സംഘം മന്ത്രിമാരുമായിട്ട് അദ്ദേഹം ഭരിക്കുകയാണ്. ഈ മന്ത്രിമാർക്കും സതീശനെ എതിർക്കണം, തുരത്തണം, കെ സിക്ക് വേണ്ടി സിംഹാസനം പിടിച്ചെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുന്നില്ല. അവർ കുഴിക്കുന്ന കുഴിയിൽ അവർ തന്നെ വീഴും, അവർ വിരിക്കുന്ന വലയിൽ അവർ തന്നെ കൊടുക്കും. അതാണ് ഞാൻ പറഞ്ഞു 35-ാമത്തെ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ശരിക്കും സത്യമാണ്. ഈ വചനം സത്യമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെളിവ് ഇത് തന്നെയാണ്. പെന്തിക്കോസ്ത് ഉപദേശിയുടെ അത്ര ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം ബൈബിളൊക്കെ എനിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് സതീശൻ്റെ സമയം വളരെ നല്ല സമയമാണ്. അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ വിഴിഞ്ഞ പ്രശ്നം ഉന്നയിച്ചാൽ ആ വിഴിഞ്ഞ നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു കൊത്തും. അദ്ദേഹത്തെ പിടിക്കാൻ ബക്കാടി എടുത്താൽ ആ ബക്കാടിയിൽ നിങ്ങൾ തന്നെ നടുവിൽ വീഴും. അദ്ദേഹത്തെ കൊടുക്കാൻ അപ്പോൾ നിയമനങ്ങൾ എടുത്താൽ ആ നിയമനങ്ങൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കുത്തും. അങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും സതീശൻ്റെ ടൈം ബെസ്റ്റ് ടൈം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എത്ര നാളത്തേക്കെന്ന് അറിയില്ല. അപ്പോൾ ഇദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന എല്ലാ അടവുകളും എല്ലാം പൊളിയുകയാണ്. പ്രതിപക്ഷ ചന്ദ്രഹാസം എടുത്തുകൊണ്ട് നിയമസഭയിൽ വരും. ആ ചന്ദ്രഹാസം പഴയ മുഖ്യമന്ത്രിയുടെ, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ കാലിൽ തന്നെ വീഴും.
ഇനി അത് ബാലഗോപാലൻ എടുക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് എടുത്ത് ഉയർത്താൻ പോലും പറ്റുകയില്ല, എന്നിട്ട് വെട്ടാനായിട്ട്. അപ്പോൾ ചന്ദ്രഹാസമായാലും ഗാഡ്യവുമായാലും അതൊന്നും ഇവിടെ ചിലവാകില്ല. പിന്നെ ഈ സതീശൻ്റെ വാഗ്ദാടി ഭയങ്കരമാണ്. നിയമസഭയിലാണെങ്കിലും പുറത്താണെങ്കിലും പത്രക്കാരോടാണെങ്കിലും പ്രതിപക്ഷത്തോടാണെങ്കിലും പുള്ളി ലോ പോയിൻ്റ് പറഞ്ഞ് പിടിച്ച് പയറ് പോലെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും പുള്ളിയുടെ സമയം വളരെ നല്ല സമയമാണ്. പുള്ളിയുടെ വാഗ്ദാടി അന്യൂനമാണ്, ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നെ ഒരു കുസൃതി കൂടി ഞാൻ പറയാം, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മെയ് 31 പറ്റും ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇവിടുത്തെ പ്രമുഖ പത്രങ്ങളും മാധ്യമങ്ങളും പുള്ളിയുടെ ആരാധകരും അനുയായികളും സഹപ്രവർത്തകരും ഒക്കെ ആഘോഷിച്ചു. സത്യം പറഞ്ഞാൽ അത് വായിച്ച് ഞാൻ ചിരിച്ചുപോയി. ഈ വി ഡി സതീശൻ്റെ ശരിക്കുള്ള ജന്മദിനമല്ല മെയ് 31. അത് കർക്കിടക മാസത്തിൽ ഏതൊരു ദിവസമാണ്. ഞാനിപ്പോൾ ദിവസം അറിയാമെങ്കിൽ പോലും നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അത് പറഞ്ഞാൽ വലിയ കുഴപ്പമുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടിയിൽ ആ ജന്മദിനവും ജാതകവും വളരെ പ്രധാനമാണ്. ഈ രണ്ട് പുറത്തു പോയാലുള്ള കുഴപ്പം, വിരുദ്ധന്മാർ, അതായത് ഇദ്ദേഹത്തെ താഴെ ഇറക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ ആ നക്ഷത്രം കണ്ടുപിടിച്ച് ഉടനെ തന്നെ ജോത്സ്യൻ്റെ അടുത്ത് പോയി പരിഹാരക്രിയകൾ കണ്ടുപിടിക്കും. ദുർഭദ്രവാദവും ക്ഷുദ്രവും മാരണവും ഒക്കെ ചെയ്ത് ആ പുള്ളിയെ താഴെ ഇറക്കാൻ നോക്കും. ഇതൊന്നും ഫലിക്കോ ഇല്ലോ എന്നുള്ള വേറെ കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ജന്മദിനം അറിഞ്ഞില്ലെങ്കിൽ ഈ കുഴപ്പമില്ല. പണ്ട് കോൺഗ്രസ്സിലെ ഒരു പ്രമുഖ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ജാതകം നോക്കിച്ചാൽ എനിക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ ശയ്യാവലംബിയായിരിക്കുന്ന മറ്റൊരു മഹാനേതാവ്, പേര് പറയാൻ നിവൃത്തിയില്ല, രണ്ടുപേരെ, അദ്ദേഹം സാക്ഷാൽ കെ കരുണാകരൻ്റെ ജാതകം നോക്കിയിട്ട് ഇയാൾ ഇത്രാം തീയതി തട്ടിപ്പോവും എന്ന് പ്രവചിച്ച സംഭവം എനിക്കറിയാം. ഇതൊക്കെ ഭാഗികമായിട്ട് മാത്രം ഫലിച്ച സംഭവങ്ങളാണ്, പൂർണ്ണമായിട്ട് ഫലിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ ജാതകം നോക്കിയാൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം നേരത്തെ പോയി. അതിനുശേഷം ഉമ്മൻചാണ്ടി പോയുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ ജാതകപ്രകാരം അദ്ദേഹത്തിൻ്റെ ഭരണം കഴിഞ്ഞ് ഭരണം തുടങ്ങി 3-ാമത്തെ കൊല്ലം, അത് 2013 11 കയറുന്നത് 13 മെയ് 31 ശേഷം ഉമ്മൻചാണ്ടിക്ക് കഷ്ടകാലമാണെന്ന് കണ്ടുപിടിച്ചു. സംഗതി കറക്റ്റാണ്. കാരണം ഏതാണ്ട് ആ ദിവസമാണ് സരിത നായർ കിഴക്കൻ ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് പുള്ളിക്ക് വലിയ കഷ്ടകാലമായിരുന്നു, മാനഹാനി മനോവേദനയൊക്കെ ഉണ്ടായി. എല്ലാം ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് സ്ഥാനനഷ്ടമോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനചലനമോ അല്ലെങ്കിൽ അധികാര നഷ്ടമോ സംഭവിച്ചില്ല. ഇതും സത്യമാണ്. അപ്പോൾ ഈ സതീശനെ സംബന്ധിച്ചുള്ള ജാതകം പുള്ളി ഭദ്രമായിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. SLC ബുക്കിൽ കാണുന്ന ദിവസമല്ല പുള്ളിയുടെ ശരിക്കുള്ള ജനന ദിവസം. അതുകൊണ്ട് തന്നെ ക്ഷുദ്രം മാരണം കൂടോത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആകെ നിരാശരാണ്. മെയ് 31 നക്ഷത്രം വെച്ച് പഴയ പഞ്ചാംഗം നോക്കി പുള്ളിയുടെ ജന്മദിനം കുറിച്ചാൽ തെറ്റിപ്പോവും. ശരിക്കുള്ള ജന്മദിനം അതല്ല. അത് പുള്ളിയുടെ ഉറ്റ ബന്ധുക്കൾക്ക് പിന്നെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാനത് പറയാൻ തയ്യാറില്ല. അതുകൊണ്ട് ക്ഷുദ്രവും മാരണവും ചെയ്യുന്ന ആളുകൾ നിരാശപ്പെട്ട് തീരുള്ളൂ. കാരണം ശരിയായ ജനന സമയമോ ആ ജന്മനക്ഷത്രമോ അറിയാതെ എന്ത് ചെയ്താലും ഫലിക്കുകയില്ല. അല്ലെങ്കിൽ തന്നെ ഫലിക്കില്ല, അത് വേറെ കാര്യം. എങ്കിൽ പോലും ഇത് അറിഞ്ഞിട്ട് ക്ഷുദ്രം ചെയ്യാതെ ഇരിക്കുന്നു, നിരാശപ്പെടുക മാർഗമുള്ളൂ. അപ്പോൾ തൽക്കാലം സതീശൻ്റെ സമയം തെളിഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് വ്യാഴം 7-ലും ശുക്രൻ 12-ലുമാണ് എന്നാണ്. അപ്പോൾ കാര്യങ്ങൾ ജോറായിട്ട് നടക്കട്ടെ എന്ന് കരുതി KC വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ ഡിഗ്രി വാലന്മാരും നിരാശപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ഭാവം പൂക്കും എന്ന് കരുതി കാത്തിരിക്കുക. ഏത് കൊല്ലത്തിലായിരിക്കും, അടുത്ത നൂറ്റാണ്ടിലാണോ അതോ ലോകാവസാനത്തിൻ്റെ പിറ്റേ ദിവസമാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും വെയിറ്റ് ചെയ്യാം. ഈ ക്ഷമയും ശുഭാപ്തി വിശ്വാസവും വളരെ നല്ലതാണ്. അത് ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹു ബക്ഷാബരി എന്ന്. അള്ളാഹു എപ്പോഴും ദീർഘക്ഷമയുള്ളവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ കാത്തിരിക്കുക, നിങ്ങളുടെ ഭാവം